Guys, welcome back Artless പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്തൊരു വീഡിയോ ടോപ്പിക് എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. അതായത് iOS 16 ഇമോജീസിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ കുറച്ച് കാലം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ആ ഇമോജീസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചില ആൾക്കാർക്ക് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, അത് അന്ന് ഞാൻ ചെയ്തതിന് ശേഷം ആൾക്കാർ അന്ന് പറയുമ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നില്ല. അത് Z3 ഫോണിൽ ആ ഇമോജീസ് ഒന്നും റിലീസായിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ അത് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റിലീസായിട്ട് എന്തായാലും അതിൻ്റെ വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്നൊരു വീഡിയോ വരാൻ കാരണം. പിന്നെ അതൊരു കാര്യം പറയാം, നമ്മുടെ ഈ ഒരു വർഷത്തെ ലാസ്റ്റത്തെ വീഡിയോയാണ്. അത് 2022 ഏറ്റവും ലാസ്റ്റത്തെ ഒരു വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. പിന്നെ മാക്സിമം നമുക്കൊരു 1K ലൈക്ക് ആയിട്ട് നമുക്ക് ഈ വീഡിയോക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് സിമ്പിളായിട്ട് തന്നെ 1K ലൈക്കൊക്കെ ടപ്പ് ചെയ്യേണ്ട അടിക്കാനുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഒരാളാണ് ഈ വീഡിയോ കാണുന്നത്, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ലൈക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു മിനിറ്റ് നമുക്ക് മൈക്രോൺ സെറ്റ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം നമുക്കൊരു 1K ലൈക്ക് ഇതിൽ എത്തിച്ചേരണം. സിമ്പിളായിട്ട് തന്നെ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നത്തെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഈ ഇയറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പമില്ലാത്ത റീച്ച് കിട്ടിയിട്ട് നമ്മുടെ ചാനലിൽ കാരണം ലൈറ്റും പ്രീസെറ്റ്സ് ആണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നൈസായിട്ട് അത് iOS ഇൻസ്റ്റാഗ്രാമിലത്തെ കുറച്ച് വീഡിയോസ് ലൈറ്റും പ്രീസെറ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് റീച്ച് കിട്ടിയപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടും കമ്പയർ ചെയ്തിട്ടായിട്ടാണ്. പിന്നെ കുറച്ച് പോയിട്ട് നമ്മൾ iOS ഇൻസ്റ്റാഗ്രാമിൻ്റെ റിലേറ്റഡ് കണ്ടന്റ് മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ. കാരണം ഇടുമ്പോൾ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട് അക്കൗണ്ടിന്. പിന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ട് കാണാനും. അപ്പോൾ ലൈറ്റും പ്രീസെറ്റ് ഇടുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് റീച്ച് ഇല്ല, കാരണം അതൊക്കെ ഔട്ട് ഓഫ് കണ്ടന്റ് ആയിട്ടുണ്ട്. കാരണം ലൈറ്റും പ്രീസെറ്റിന് ആവശ്യമില്ല ആൾക്കാർക്ക്. ലോട്ട് ഓഫ് ലൈറ്റും പ്രീസെറ്റ് നമ്മുടെ ചാനൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ലൈറ്റും പ്രീസെറ്റ് നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതിനകത്ത് റീച്ച് ഇല്ലാത്ത കാരണം പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാറില്ല. ബട്ട് ചിലപ്പോഴും ആൾക്കാർ നമ്മുടെ തന്നെ വന്ന് ചോദിക്കും ലൈറ്റും പ്രീസെറ്റിൻ്റെ വീഡിയോസ് ഇട്ട് ബ്രോ. അങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2-3 ലൈറ്റും പ്രീസെറ്റിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. എന്നാലും നമ്മൾ വരുന്ന വീഡിയോസിൽ എന്തായാലും ലൈറ്റും പ്രീസെറ്റിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്ന കീബോർഡിൽ, അതായത് iOS 16 ഫുൾ ഇമോജീസ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ഫോണിലും വർക്ക് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഫോൺ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വലിയ വീഡിയോസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലാഗ് അടിപ്പില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇത് എങ്ങനെ സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക. അപ്പോഴതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ടൈപ്പിൽ പോവുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെഡ് ഫോണ്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, സെഡ് ഫോണ്ട് അടിക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ സെഡ് ഫോണ്ട് 3 ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നമുക്ക് iOS 16 ഇമോജീസ് ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഗൂഗിളിൻ്റെ കീബോർഡാണ്. ജസ്റ്റ് അതും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തൊരു ജസ്റ്റ് ബാക്ക് വരും. നമുക്ക് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ചെയ്യാം. ശേഷം നമ്മുടെ Z3 ഫോണ്ട്, അതായത് Z3 ഫോണ്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ശേഷം കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നമ്മളിതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടാത്തവർക്കാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പ്രിവ്യൂവിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ടാവും. മീൻസ് വണ്ടർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ മുന്നേ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനി ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളവിടെ നിങ്ങളുടെ ഫോണിന് യോജിച്ച കമ്പനി ഏതാച്ചും ജസ്റ്റ് ഒന്ന് ചെയ്യുക. എന്നിട്ട് ചെയ്യാൻ വേണ്ടി ഓട്ടോ റെക്കമെൻഡ് വേണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഓട്ടോ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ആദ്യം തീം ഓപ്ഷൻ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടുമിക്ക ഫോണിൽ തീം പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചില ലോക്ക്, കാരണം മീൻസ് പ്രീമിയമാണ്. അപ്പോൾ എൻ്റെ ഇതിലുള്ളത് ഇതാണ് നമ്മുടെ തീംസ് പറഞ്ഞൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിന് ശേഷം നമുക്കിവിടെ അപ്ലൈ പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ 2 മെത്തേഡാണ് അവർ പറയുന്നത്. ഒന്ന് ടെക്സ്റ്റ് സ്റ്റൈൽ കൊണ്ടായിട്ട് മാറ്റാം തീമിൽ തന്നെ, പിന്നെ തീം ഫുള്ളായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എന്തായാലും ടെക്സ്റ്റ് സ്റ്റൈലായിട്ട് മാത്രമാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഹുവായി ഹോണർ മൊബൈലിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ സെയിം ആയിട്ട് ചെയ്താൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇന്നൊരു ടെക്സ്റ്റ് സ്റ്റൈൽ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് അപ്പോൾ ഇവിടെ നോട്ടീസ് അവർ തരുന്നത് എങ്ങനെ ചെയ്യുന്നത് അറിയാം. അപ്പോൾ നിങ്ങളുടെ ഇതിലിപ്പോൾ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. പക്ഷേ ലാസ്റ്റ് മീ പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ടെക്സ്റ്റ് സ്റ്റൈൽ പോയിട്ട് iOS 16 അപ്ലൈ ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിനനുസരിച്ചിട്ടുള്ള നോട്ടീസ് അവർ നിങ്ങൾക്ക് ഇതിൽ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. തീം ആപ്പോടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ തീം വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പറഞ്ഞത് മീ പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ലാസ്റ്റിലായിട്ട് മീ പറഞ്ഞിട്ട് എടുക്കുന്നത് എന്നിട്ടുണ്ടാവുന്ന ശേഷം നമ്മൾ തീം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തീം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS 16 പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഇതിൽ കസ്റ്റമൈസ്
പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എവിടെയാണ് ഇത് വേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ലോക്കിൻ്റെ തീം മാറണ്ട, പിന്നെ സ്ക്രീനിൻ്റെ തീം മാറണ്ട, പിന്നെ നമ്മുടെ ബാക്കി ഐക്കൺസും അതൊന്നും മാറണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ടിക്കുള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അപ്ലൈ കൊടുക്കുക. അപ്പോൾ അപ്ലൈ കൊടുത്താൽ നമ്മുടെ ടെക്സ്റ്റ്, അതായത് നമ്മുടെ ഇമോജി സെക്ഷനിൽ മാത്രം അത് അപ്ലൈ ആയിട്ടുണ്ടാവും. ഓക്കെ, അതിപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് കൂടെ കാണാൻ പറ്റും. അതിന് ശേഷം ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിന് റീബൂട്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാച്ചും കൂടെ കാണാൻ പറ്റും. ചെറിയൊരു ലാഗ് മാതിരി ഫോണ് ഇതാവും. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മുടെ ഗൂഗിൾ കീബോർഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഗൂഗിൾ കീബോർഡ് എടുത്തതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക മാത്രം മതി. പിന്നെ അതിനുശേഷം ഇതെങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റ്, അതായത് ഇതാ ഇമോജീസ് ആൻഡ് സ്റ്റിക്കേഴ്സ് ആൻഡ് ജിഫ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ രണ്ടെണ്ണം ഓഫ്, അവിടെ നിന്ന് കുറച്ച് ഇമോജി സെക്ഷൻ ഓഫായിട്ടാവും കിടക്കുന്നുണ്ടാവുക. നിങ്ങളതൊന്ന് എനേബിൾ ആക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇമോജീസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ വർക്കാവുന്നതാണ്. ജസ്റ്റ് അവിടെ സ്റ്റോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, ഇത് വർക്കാവുന്നുണ്ടോ വർക്കാവുന്നില്ലേ എന്നൊക്കെ. നമുക്കിനി നമ്മുടെ iOS 16 ഇമോജികൾ വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് അവർ പറഞ്ഞേക്കുന്നത് ഈ ഒക്കെ ഇമോജീസാണ് iOS 16 ഐഫോണിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമ്മുടെ വന്നിട്ടുണ്ടോ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ കീബോർഡ് എടുക്കാൻ ശേഷം ഇമോജി സെക്ഷനിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇമോജീസാണ് നമുക്ക് iOS 16 വന്നേക്കുന്നത്. ആ ഒരു ഇമോജീസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ഇമോജീസും ഇത് അതിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്തായാലും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, 1K എത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.